റിയാസ് ഖാനെ ഞാൻ പരിചയപ്പെടുന്നത് ബാലേട്ടൻ്റെ സെറ്റിൽ വെച്ചാണ്. നമ്മളോടൊപ്പം ഇന്നില്ല അദ്ദേഹം. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആരോമണി ചേട്ടനാണ്, ആരോമണി സാറാണ് റിയാസിനെ എന്നെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ്. പക്ഷേ അന്ന് കണ്ട അതേ സൗഹൃദം ഇന്നും പുലർത്തുന്ന അപൂർവം താരങ്ങളിലൊരാൾ. റിയാസ് ഖാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫോർ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. വാർത്തകളിലൊക്കെ റിയാസ് ഇടം പിടിക്കുന്നത് മാർക്കോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കോയിൽ ഒന്നാം ഭാഗത്തിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാം. അത് അധിവേശനത്തിൽ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കണ്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് റിയാസിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടാൽ കൊള്ളാം. എന്ത് പറ്റി? ഇതായിരുന്നു ഭയങ്കര ചർച്ച. ഞാനെവിടെ അത് ഒന്നാമത് ഫസ്റ്റ് തിങ്, മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഞാനും കൂടി റീൽ ഉണ്ടാക്കി. അടിച്ചു കയറി വന്ന് റീൽ ഉണ്ടാക്കി. അത് ഭയങ്കര റീച്ചായി പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല രീതിയിലുള്ള ഉള്ളവരാണെന്ന്. അപ്പോൾ അത് കാണാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. മാർക്കോയിൽ 2-3 പോർഷൻസ് ഉണ്ട്. ഒരു പോർഷൻ ഇപ്പം നിങ്ങൾ കണ്ട മാർക്കോ പോലെ ലുക്കോ ഒന്നുമല്ല ഞാൻ ചെയ്ത മാർക്കോൻ്റെ കൂടെ. എൻ്റെ മാത്രമൊന്നുമല്ല, ഉണ്ണിയുടെ എൻ്റെയും ഒരു വലിയ ഭാഗം വേറൊരു മേക്ക് ഓവറിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൂട്ടിട്ട് ആ ഗെറ്റപ്പ് അല്ല, അങ്ങനെയല്ല ഉണ്ണീനെ കാണുന്നത്. ഉണ്ണി വേറൊരു സ്റ്റൈലിലായിരുന്നു. സോ അത് മൊത്തം ഇല്ല, അത് ടോട്ടലി ഇല്ല. ആ ടോട്ടലി ഇല്ലാത്തപ്പോൾ അതിലായിരുന്നു ഞാൻ മെയിനായിട്ടുള്ളത്, ആ ഭാഗത്തായിരുന്നു. അത് വേറൊരു ടോൺ, ഇത് വേറൊരു ടോണായിരുന്നു. അപ്പോൾ എന്നെ ഹനീഫ് വിളിച്ചു പറഞ്ഞു, ഇക്ക മനഃപൂർവ്വം ഇല്ല ഞാൻ പറഞ്ഞു. ഡയറക്ടറുടെ ഡിസിഷനാണ്, ഡയറക്ടർ ഡിസിഷൻ. ഇനി അങ്ങനെ ആണെങ്കിലും തെറ്റില്ല, നിങ്ങളുടെയാണ് ഡിസിഷൻ. അതാണ് ഐ റെസ്പെക്ട് ദ ഡയറക്ടർ. പിന്നെ ആസ് എൻ ആക്ടർ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് വളരെ വിഷമമുണ്ട്. നമ്മൾ ഇനി പുതിയ നടനായെങ്കിലും ആണെങ്കിലും ശരി, എസ്റ്റാബ്ലിഷ് ആക്ടർ ആണെങ്കിലും ശരി, ഇനി സൂപ്പർ താരമാണെങ്കിലും ശരി, നമ്മൾ ചെയ്യുമ്പോൾ ഇനി ആക്ടറിന് നമ്മൾ ആ സിൽവർ സ്ക്രീനിൽ വരണമെന്ന് ആണ്. ഇനി എത്ര വർഷമായാലും ശരി, അതാണ് നമ്മുടെ ആഗ്രഹം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അതിൽ ഒരു ഭയങ്കര ഹിറ്റ് പടത്തിൽ നിന്ന് പോകുമ്പോൾ ഉള്ള വിഷമവും അതുകൊണ്ട് ലോകം മുഴുവനും ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടത്തിൽ ഞാനുണ്ട്, പക്ഷേ ഇല്ല. അത് തമിഴിലൊരു കോമഡി ഉണ്ട്, ഇറുക്ക് ആണാ ഇല്ല അല്ലേ, കോമഡി. അതുപോലെ ഉണ്ട്, പക്ഷേ ഇല്ല. അപ്പോൾ കുറേ പേര് ചോദ്യം ചോദിച്ചു, ഞാൻ എൻ്റെ ഉത്തരവൊന്നും കൊടുത്തില്ല. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഇഷ്ടം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ആക്ച്വൽ ഇത് ആരും മനഃപൂർവ്വമല്ല, ഒന്നുമല്ല. ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണ്ണിയാണ് എന്നെ വിളിച്ചിക്കാ ചെയ്തു തരണം. ഈ ഒരു പോർഷനിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ ചെയ്ത് അങ്ങനെ ഫൈറ്റ് എടുത്തു, കോൺവെർസേഷൻ എടുത്തു, എല്ലാം എടുത്തു. രണ്ടുപേരും കട്ടയ്ക്ക് കെട്ട. അവിടെ ഇച്ചിരി ദുഃഖം ഉണ്ടായാലും സന്തോഷ വാർത്ത ഉണ്ടാവാൻ സാധ്യതയുള്ളത് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിൽ റിയാസ് ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുന്നുണ്ടോ? സിനിമയാണ്. നമ്മൾ ഇതിലെ എല്ലാം സന്ദർഭങ്ങളാണ്, സർക്കംസ്റ്റൻസ് ആണ്. ഇതിലാരും മനഃപൂർവ്വം ഒന്നും ചെയ്യൊന്നുമില്ല. ആ സന്ദർഭത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതേ നടക്കത്തുള്ളൂ സിനിമയിൽ. എൻ്റെ എക്സ്പീരിയൻസ് പറയണേ. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് പറയണം. ഇനി ഒരാൾ നമ്മളെ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. ആരും ആരുടെ വളർച്ചയും എവിടെയും നിൽക്കാൻ പോകുന്നില്ല, നിർത്താൻ പോകുന്നില്ല. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. എൻ്റെ പോളിസി എവിടെ കണ്ടാലും സൗഹൃദം കീപ്പപ്പ് ചെയ്യുക, പോകുക. ഇനി ഒരാൾ തെറ്റ് ചെയ്താലും നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറിയാൽ ആ തെറ്റ് മറന്നു പോകും. വീണ്ടും നമ്മൾ യോജിക്കും, വീണ്ടും ഫ്രണ്ട്സാകും, വീണ്ടും ഒരു കാര്യം ചെയ്യാം. നമ്മളായിട്ട് ഒരു കാര്യത്തിന് പോയി തടസ്സം ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഒരു ചെറിയ പരിഭവം ഉണ്ട്, എവിടെയോ ഒരു ചെറിയ പരിഭവം നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ആസ് എൻ ആക്ടർ കാണും. വെച്ചാൽ ഞാൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു വിഷ്വൽ കാണും. ആ വിഷ്വൽ സ്ക്രീനിൽ ഇരുന്ന് 100 പേരുടെ കാണാൻ ഉള്ളൊരു കോരിത്തിരിപ്പ് എപ്പോഴും ഉണ്ടാവും. അതുള്ളതാണ്. അതില്ലാതെ പോകും. പ്ലസ് ഏറ്റവും കൂടുതൽ മാർക്കോ ഭയങ്കര ബിഗ്ഗായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലുണ്ട്, പക്ഷേ എന്നെ കാണാൻ പറ്റിയില്ല എന്നുള്ള അതുണ്ട്. ദാറ്റ് ഈസ് അത് ഞാൻ പറഞ്ഞു. അനീഫോട് പറഞ്ഞു. അനീഫ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിൽക്കാം. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. അതില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ നല്ലത് വരട്ടെ എന്ന് മാത്രം അത്രേ ഉള്ളൂ പ്രവർത്തിക്കാം. അത് അവരുടെ എന്തായാലും ഉണ്ണിയുടെയൊക്കെ കൺസിഡറേഷൻ എന്തായാലും റിയാസ് ഉണ്ടാവണം അല്ലേ? കാരണം വളരെ നല്ലൊരു തിക് ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഉണ്ണീനെ എനിക്ക് സാമ്രാജ്യം പോലെ അറിയാം. അതിന് മുമ്പേ അറിയാം. പക്ഷേ സാമ്രാജ്യമാണ് ഉണ്ണി ഞാനും ആദ്യം വർക്ക് ചെയ്യുന്ന പടം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പടം. അപ്പോൾ
എനിക്ക് ആ ഉണ്ണി മുതൽ അറിയാം. ഉണ്ണിനെ വളർച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി എങ്ങനെയൊക്കെ പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു. സാമ്രാജ്യം ചെയ്യുമ്പോൾ ഭയങ്കര റോ ആയിരുന്നു, ഭയങ്കര റോ ഉണ്ണിയായിരുന്നു. സിനിമാറ്റിക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ എല്ലാം ഗിമിക്സ് ആണല്ലോ, നമ്മൾ ചെയ്യുന്നതൊക്കെ ഗിമിക്സ് ആണ്. പക്ഷേ റീലുമാണ്, പക്ഷേ ഗിമിക്സ് ആണ്. അപ്പോൾ ആ നാക്ക് എപ്പോഴും സിനിമയിൽ വേണം. അപ്പോൾ അതിലേക്ക് ഉണ്ണി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ കൺവെർസേഷൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണത്. എന്ന് വെച്ചാൽ അറിയുന്ന ആളെ ഹെൽപ്പ് ചെയ്താലേ അറിയാത്ത ആൾ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണ് എന്നെ പഠിപ്പിച്ചത്, ഞാൻ അങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കും. ബാലേട്ടിലേക്ക് തന്നെ വരാം. കാരണം എനിക്കൊന്ന് അന്ന് ഞാൻ റിയാസിനെ കാണുമ്പോൾ ഏതാണ്ട് ഇതേ ബോഡി ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരാളാണ്. നല്ല ആ ഫിറ്റ്നസ് ഇപ്പോഴും അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലോട്ട് ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. ഒരു പക്ഷേ ബോഡി ബിൽഡർ എന്ന നിലയിലാണ് ഒരു 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 പിന്നെ തുടക്കം, കരിയറിൻ്റെ തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ള ഒരാളാണ്, അതിൽ ഭയങ്കര ഇഷ്ടമുള്ള ആൾ. എന്താണ്, എങ്ങനെയാണ് ആ ബോഡി ബിൽഡിങ്ങിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നത് എപ്പോഴാണ്? സിനിമയെ കൂടെ തന്നെയാണ്. അത് കാരണം സിൽവസ്റ്റർ സ്റ്റലോൺ, അതാണ് മാനസഗുരു, ഇംഗ്ലീഷ് നടൻ സിൽവസ്റ്റർ സ്റ്റലോൺ. പുള്ളിയാണ് ഇതിൻ്റെയൊക്കെ ഗുരു. ഏതോ ഇതിൽ ഉണ്ടിയും പറഞ്ഞിട്ടുണ്ട്, സിൽവസ്റ്റർ സ്റ്റലോണാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ഉണ്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കാരണം. ആക്ടിങ് കാരിയർ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യം മുതലേ എന്ത് പ്രൊഫഷനാണ്? ആക്ടറാണ്. ആക്ടർ ഈസ് മൈ കാരിയർ. അതിൽ കൂടെ അത് ചെയ്യാനാണ്. ചിലർ പറയും ഹോബി ആയിരിക്കും, ഞാൻ ആക്സിഡൻ്റലി വന്നതാണ്, ഇതല്ലെങ്കിൽ ഞാൻ അതായത്. അങ്ങനെയല്ല. എനിക്ക് അങ്ങനത്തെ വേറെ ഒരു ചോയ്സും ഇല്ല. ആക്ടറാണ്. ആക്ടർ ഈസ് മൈ കാരിയർ. ഫുൾ ടൈം ആക്ടർ എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അട്രാക്റ്റ് ചെയ്തത്, എനിക്ക് കുറേ പേരുണ്ട്, പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരാൾ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് പുള്ളീനെ പോലെ ആകണമെന്നാണ് ആഗ്രഹം. സിൽവസ്റ്റർ സ്റ്റലോണെ പോലെ ആകണം. പുള്ളി 100 പേരുണ്ടായാലും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പുള്ളി നിൽപ്പുണ്ട്. അത് അഭിനയമല്ല, ഒരു അപ്പിയറൻസ് ലുക്കാണ്. അതൊരു അപ്പിയറൻസ് ലുക്കായിട്ട്. അപ്പം നമുക്കങ്ങനെ ആകണം. ഇനി എന്തൊക്കെ വന്നാലും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ഈ സൗത്തിൽ പൊതുവേ ബോഡി ഉള്ളവർക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. എല്ലാം വേറെയാണ്. അങ്ങനെ ആയ ഫ്ലെക്സിബിലിറ്റി പോകും, അഭിനയിക്കാൻ പറ്റില്ല, ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളെ താഴ്ത്തത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സൂര്യ, വിശാൽ, മറ്റേ ഹൃതിക് റോഷൻ, ടൈഗർ ഷ്രോഫ്, അതായത് ബോളിവുഡിൽ പോയി എല്ലാം അങ്ങനെയുള്ളൂ. അപ്പോൾ നമുക്കത് അറിയില്ല, ഇവരിങ്ങനെ പറയുന്നു. ഓക്കെ, ഞാൻ കയറിയപ്പോൾ ഇത് ശരിയാവില്ല, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ. നമ്മൾ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കില്ല. അപ്പോൾ ഇവർ കുറേ ഉദാഹരണം പറയുന്നുണ്ട്. പക്ഷെ അവർ നടന്മാരല്ല. അവർ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും അതിന് ഞാനെന്ത് ചെയ്ത് എന്നെ എന്തിനാ അതിൽ ഉൾപ്പെടുത്തുന്നത്? ഓക്കെ, ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടറിന് എന്തോ അഭിനയിക്കാം, എന്നിട്ട് വീണ്ടും ബോഡി ഉണ്ടാക്കാം, എന്നിട്ട് വീണ്ടും മാറാം, വീണ്ടും ചെയ്യാം. അപ്പോൾ അതിന് ആ കോൺവെർസേഷൻ വരുന്നില്ല. നേരെ ഈ പോയിന്റിലേക്കാണ് വരുന്നത്. ഇതുണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല, ഇതുണ്ടെങ്കിൽ എക്സ്പ്രഷൻ വരില്ല, ഇതുണ്ടെങ്കിൽ വരില്ല. പറഞ്ഞാൽ അയ്യോ അങ്ങനെ അല്ല. പിന്നെ ഇത് ഇത്രയും 33 വർഷം കഴിഞ്ഞിട്ടാണ് അത് മാറിയത്. അത് മാറി ഇപ്പോൾ ഇതുണ്ടായാലും അഭിനയിക്കാം, അതിന് ഇത് സംബന്ധമില്ല. ഒരു പടത്തിന് വെക്കാം, അടുത്ത പടത്തിന് എടുക്കാം, വീണ്ടും വെക്കാം. ഇത് ട്രാൻസ്ഫോർമേഷന് ഈസിയായി മാത്രമല്ല അതിനെ അംഗീകരിച്ചു തുടങ്ങി. എൻ്റെ കാഴ്ചപ്പാടുണ്ടോ, എൻ്റെ വീടുണ്ടോ, ഇത് എപ്പോഴും അംഗീകരിക്കും. ഇത് എപ്പോഴും എല്ലാം അംഗീകരിക്കും. എനിക്ക് പ്രോബ്ലം മനസ്സിലായത് സിനിമാക്കാരുടെ ഇടയിലാണ് കേട്ടോ, പബ്ലിക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്ന് അറിയാം, ഡിസ്കഷന് വരുമ്പോൾ തന്നെ അവിടെ തടയും. പുള്ളി ഭയങ്കര കാണാൻ നല്ലതാണ്, ഭയങ്കര ബോഡി ഉണ്ട്, ഭയങ്കര പുള്ളിനിട്ട ശരിയാവത്തില്ല എന്ന് പറയും. ഈ സിനിമ എന്ന് വെച്ചാൽ എല്ലാം മേക്ക് ഓവറാണ്. വെളുത്ത ആൾ കറുക്കും, കറുത്ത ആൾ കൂനിച്ചിരിക്കും, ഇങ്ങനെ ഇതാണ് സിനിമ. അല്ലാതെ അങ്ങനത്തെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് അഭിനയിപ്പിക്കുന്നില്ല സിനിമ. ഇവർ എന്താണെന്നറിയോ, ആക്ടറെ കണ്ടെത്തില്ല, ലുക്കാണ് നോക്കണം. ഈ നടൻ എല്ലാം ചെയ്യുന്ന ഫൈൻഡ് ഔട്ട് ചെയ്യൂല. റിയാസിന്റെ ബിലീഫിൽ തന്നെയാണ്, അതായത് ഇതാണ് എന്റെ ഈ ശരീരമാണ് എന്റെ സൗന്ദര്യം അല്ലേ? അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത് ഒരു ദിവസം? അതായത് ചെറുപ്രായത്തിൽ മുതലേ എനിക്ക് ഹെൽത്തി ലൈഫ് ജീവിക്കണമെന്ന് വലിയൊരു അങ്ങനത്തെ ഒരു ചിന്തയുള്ള ആളാണ്. ഹെൽത്തി ലൈഫ്, ഡിസിപ്ലിൻ ലൈഫ്, ഇങ്ങനെ വേണം പോകാൻ. അത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ആർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഞാൻ എൻ്റെ കാര്യം പറയണം. ഇങ്ങനെയൊക്കെ ഇരിക്കണം, ചിട്ടകൾ വേണം, ഇത് വേണം. സോ ഇത് ചെറുപ്പം പോലെ അതായത് ചെറുപ്പം പോലെ മീൻസ്
ഈ 16, 17, 17 വയസ്സ് വരെ എൻ്റെ ചിന്തയിൽ വന്നു. യൂഷ്വലി ആ ഏജിൽ അങ്ങനത്തെ ചിന്ത വരാത്തൊരു ഏജാണ്. ഓക്കെ, ലോകം മുഴുവനും ചുറ്റണം, പുറത്ത് ചുറ്റണം, പബ്ബിൽ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അങ്ങനത്തെ ഒരു ഏജാണത്. സിഗരറ്റ് വലിക്കണം, ഡ്രിങ്ക് ഒന്ന് കുടിച്ച് നോക്കണം, ഗേൾ ഫ്രണ്ട് വേണം, അങ്ങനത്തെ ഏജ്. എനിക്ക് അങ്ങനത്തെ ആ ഏജിൽ എനിക്ക് തോന്നിയതാണ് ബോഡി ബിൽഡിങ്, ഡിസിപ്ലിൻ ലൈഫ്, നമ്മൾ കാരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നാണ് തോന്നിയത്. പക്ഷേ അതിന് കുറേ സമയം കൊടുത്തു, ഒന്നും പെട്ടെന്ന് നടക്കില്ല, കുറേ സമയം എടുത്തു. അങ്ങനെ ആദ്യം ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിലായിരുന്നു കുറേ ഉണ്ടായിരുന്നു. ഓക്കെ, സ്പോർട്സിൽ ഞാൻ അത്ലീറ്റായിരുന്നു. അങ്ങനെ സ്പോർട്സിൽ കുറേ ഉണ്ടായിരുന്നു. സ്പോർട്സിൽ പോകുമ്പോഴും ഇതേ തന്നെ വരും. പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഒരു 24-25 ആയപ്പോഴാണ് ഇത് ഫിറ്റ്നസ് പഠിക്കണം, മാർഷൽ ആർട്സ് പഠിക്കണം, മാർഷൽ ആർട്സ് 2-3 മാർഷൽ ആർട്ട് പഠിക്കണം, പിന്നെ സിനിമാറ്റിക് ആയിട്ടുള്ള ഫൈറ്റ് പഠിച്ചിരിക്കണം, മസ്റ്റാണ്. സിനിമയിൽ ഉള്ള ഡാൻസ് പഠിക്കണം, മസ്റ്റാണ്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ അതിന് പഠനം തുടങ്ങി. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറിയാലേ ഇതിലേക്ക് 24 hours നമുക്ക് ചിന്ത വരുള്ളൂ. ലൈഫ് സ്റ്റൈൽ മാറണം, നമ്മൾ ലൈഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, നമ്മളെ ക്യാരക്ടർ നന്നായിരിക്കണം, എന്നാലേ ഇതിലേക്ക് ഇങ്ങനെ ഫുൾ ടൈം നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാതെയും ജീവിക്കാം, എല്ലാതെയും നടനാവാം, എല്ലാം പറയുന്നില്ല. പക്ഷേ എൻ്റെ ഡിസിഷൻ അതായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്താണ്. ഫുഡോ ഇതിൻ്റെ എക്സസൈസോ ഇതിലൊരു ചെറിയ ഭാഗമാണ്. ബാക്കി കുറേ ഉണ്ട്. ബാക്കി നമ്മൾ ചിന്തിക്കുന്ന വ്യൂ പോലും ആങ്കർ കൺട്രോൾ ചെയ്യണം, ദേഷ്യപ്പെടരുത്, ഒരാളെ വെറുതെ എടുത്ത് നമ്മൾ ഒന്നും പറയരുത്, ചിലപ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ആലോചിച്ച് ചോദിക്കണം. അങ്ങനെ കുറേ കൂടി ചേർന്നാണ് ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുക. ഈ സിഗരറ്റ് വലി, അതുപോലെ ഈ പറഞ്ഞ ആൾക്കഹോൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അന്നേ, അതായത് ദേഹത്തിന് ചീത്ത എപ്പോഴും ചീത്തയാണ്. അത് ഇന്ന് ഒന്ന് കഴിച്ച് നാളെ നിർത്താം, ഒന്നും എല്ലാം ഒക്കെ ഒന്ന് തന്നെയാണ്. ഇതുവരെ ഒന്നും ഇല്ല, എല്ലാം നോക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ എല്ലാം നോക്കിയിട്ടുണ്ട്. അങ്ങനെ പറയില്ല, എല്ലാം നോക്കിയിട്ടുണ്ട്. വെള്ളം അടിച്ചിട്ടുണ്ട്, സിഗരറ്റ് എന്നാ വലിച്ചിട്ടുണ്ട്, എല്ലാം വലിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും അഡിക്റ്റ് അല്ല. അതുകൊണ്ട് റെഗുലറും അല്ല. ഇപ്പം എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോഴാണ് സിനിമയിൽ വെള്ളമടിയും ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഉള്ള സീൻ ഇല്ലാത്തത്. 15-20 years ബാക്ക് എല്ലാ സീൻ ടു സീനിൽ സിഗരറ്റ് കാണും, ഡ്രിങ്ക്സ് കാണും, സിഗരറ്റ് കാണും, ഡ്രിങ്ക്സ് കാണും. അതൊരു ക്യാരക്ടറായിട്ട് പോവും സിനിമയിൽ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. റെഗുലർ വർക്കൗട്ട് ഉണ്ട്, റെഗുലർ മാർഷൽ ആർട്സ് ക്ലാസ് ഉണ്ട്, തെക്കോണ്ട ക്ലാസ്സിൽ പോവും, കുങ്ഫു ക്ലാസ്സിൽ പോവും, സെലമ്പം ചുറ്റും, അതൊക്കെ റെഗുലറായിട്ട് ചെയ്യും. വർക്കൗട്ട് ഉണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് പറഞ്ഞു, ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച്. റിയാസിൻ്റെ അച്ഛൻ മലയാളത്തിലെ പേരെടുത്തൊരു പ്രൊഡ്യൂസറായിരുന്നു, ഹസൻ റഷീദ് എന്നാണ്. അദ്ദേഹമാണ് സത്യേട്ടൻ്റെ ഒരുപാട് ഫസ്റ്റ് 3 ഫിലിം, കുറുക്കൻ കല്യാണം, വെറുതെ ഒരു പണക്കം, മണ്ടന്മാരിൽ, അങ്ങനെ 10-40ഓളം ചിത്രങ്ങളുടെ പ്രൊഡ്യൂസറായിരുന്നു. എനിക്കൊന്ന് തിലകൻ ചേട്ടനെ ആദ്യമായിട്ട് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് പെരിയാർ എന്ന് പറയുന്ന PG ആന്റണി ഡയറക്ട് ചെയ്ത പടത്തിൽ തിലകൻ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒക്കെ അച്ഛനാണ് അല്ലേ? പക്ഷെ അച്ഛൻ്റെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. ഞാൻ 19-ാം വയസ്സിൽ ഫസ്റ്റ് പടം കയറി, തെലുങ്ക് പടം കയറി. നമ്മൾ താമസം ചെന്നൈയിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് ചെന്നൈയിലാണ്, അച്ഛനൊക്കെ അവിടെയാണ്. അപ്പോൾ ഫോട്ടോ വെച്ച് കാണാൻ ഭയങ്കര റെയറാണ്. ഓക്കെ, പിന്നെ എന്നെ പുറം രാജ്യത്തേക്ക് അയച്ചു, പഠിക്കാൻ അയച്ചു, US-ലേക്ക് അയച്ചു. ഓക്കെ, അങ്ങനെ അച്ഛൻ അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഗാർമെൻറ്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ 2 ബ്രദേഴ്സ് അവിടെ കൊണ്ട് അത് നോക്കാൻ വേണ്ടി അവിടെ ഏൽപ്പിച്ചു. ഇടയ്ക്ക് വന്നിട്ട് 2 സിനിമ അഭിനയിച്ച് വീണ്ടും പോയി. ഇഷ്ടമായിരുന്നില്ല, എനിക്ക് അങ്ങനെ കിട്ടിപ്പോയതാണ്. അവിടെ നിന്ന് ലീവിന് വന്നപ്പോൾ മഹാലിംഗപുരത്ത് IV ശശി സാറിൻ്റെ വീട്ടിലേക്ക്, ഇതിനൊന്നും എനിക്ക് സംബന്ധമേ ഇല്ല, എനിക്ക് ലിങ്കേ ഇല്ല എനിക്ക്. വീട്ടിലേക്ക് ഇവരുടെ പടമല്ല, വേറെ ഇത് പടമല്ല, എന്തോ ഒരു ലാബിൽ നിന്നൊരു ലെറ്റർ IV ശശി സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കാൻ ആരും ഇല്ല. ഞങ്ങൾ താമസിക്കുന്നത് ട്രസ്പുരത്ത്, സാറ് താമസിക്കുന്നത് മഹാലിംഗപുരത്ത്. ഇത് ഈ ഏരിയ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ കാലത്ത്. അപ്പോൾ എന്നോട് ഫാദർ പറഞ്ഞു, മോനെ ഇത് കൊണ്ടുപോയി ആ ശശിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ശശിങ്ങളുടെ വീട്ടിൽ പോയി ഈ ലെറ്റർ കൊടുത്തു. അപ്പോൾ ഇതാരാന്നറിയോ എന്ന് ചോദിച്ചു, സീമ മാഡം ചോദിച്ചു, ഇതാരാന്നറിയോ? ഇത് റഷ്യൻ്റെ മോനാണ് എന്ന് പറഞ്ഞു. റഷ്യൻ ഇരി എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എനിക്ക് ജ്യൂസൊക്കെ തന്ന് ആ ലെറ്റർ കൊടുത്ത് പോന്നപ്പോൾ ആ മഹാലിംഗപുരത്ത് അവിടെ അയ്യപ്പക്ഷേത്രമുണ്ട്. അയ്യപ്പക്ഷേത്രത്തിനവിടെ ഒരു ചെറിയ പീടിക്കടയാണ്. ഞാനതൊരു ബ്ലൂ കാറിലാണ് പോയി, അച്ഛൻ്റെ കാറിൽ ബ്ലൂ കാറിലാണ് പോയി. ആ പീടികയുടെ അവിടെ ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി വരുന്നു. ഗോൾഡ് സ്പോട്ടാണ് പേര്, തംസ് അപ്പ് ഗോൾഡ് സ്പോട്ട് എന്ന് 2 കൂൾ ഡ്രിങ്ക് വരും. ഈ ഗോൾഡ് സ്പോട്ട് എടുത്തിട്ട് കാറിൻ്റെ ഡിക്കിയില്ലേ, എൻ്റെ ബാക്കിൽ കയറി ഇരുന്നു. എനിക്ക് ഇത്രയും മുടിയുണ്ട്. എൻ്റെ ബാക്കിൽ കയറി ഇരുന്നപ്പോൾ എൻ്റെ ബാക്കാണ് ഷോട്ട്. ഈ റോഡിൻ്റെ അപ്പുറത്തില്ലേ
ഒരു പ്രൊഡക്ഷൻ മാനേജർ നിൽപ്പുണ്ട്, ഒരു തെലുങ്ക് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട് ഈ റോഡിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ആ റോഡിൻ്റെ അപ്പുറത്ത് ഒരു തെലുങ്ക് പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കുറേ പേരൊക്കെ നിൽപ്പുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ കാറിൻ്റെ ബാക്കിൽ കയറി ഇരുന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അപ്പോൾ എനിക്ക് പുള്ളിക്ക് പ്രൊഫൈലിൽ കാണാൻ എന്നെ കാണാം. കുടിച്ചിങ്ങനെ ഇറങ്ങിയപ്പോൾ പുള്ളി അടുത്ത് വന്ന് ഈ തെലുങ്കും തമിഴും കൂടി സംസാരിക്കുന്നൊരു ഇതുണ്ട്. പുള്ളി അടുത്ത് വന്നു, ഇതുകൊണ്ട് തമ്പി ഇങ്ങോട്ട് വരുമോ എന്ന് വെച്ചു. ഞാൻ പറയും എന്തിനാ വരണമെന്ന് വെച്ചു. ഇല്ല, ഒരു മിനിറ്റ് വന്നാൽ ഒരു സാറെ പരിചയപ്പെടുത്തിയിട്ട് തമ്പി പോയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഒരു 60-50 പേര് ഇരിപ്പുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ഓഡിഷൻ. അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവരെല്ലാവരും പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്, കുറേ പിള്ളേർ ഇരിപ്പുണ്ട്, എൻ്റെ ഏജിലുള്ള പിള്ളേർ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ടുപോയി ഓരോ പോയപ്പോൾ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് തലക്കെട്ടും കെട്ടി ഒരാളിരിപ്പുണ്ട്. പുള്ളിയാണ് കോടി രാമകൃഷ്ണ. അപ്പുറത്ത് വേറെ ആളിരിപ്പുണ്ട്, എസ് ഗോപാൽ റെഡ്ഡി. ഇത് വമ്പന്മാരാണ് അവിടുത്തെ. എനിക്ക് ആരാണ് പോലും അറിയില്ല. അപ്പോൾ പുള്ളിയാണ് എന്നെ കൊണ്ട് മുമ്പിൽ നിർത്തിയിട്ട് പുള്ളി ചോദിക്കണം, സാർ ഓക്കെ അല്ലേ? അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് എവിടുത്തെ പൈനാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ചെന്നൈയിലെ പൈനാണ്. അപ്പോൾ എനിക്ക് ഒരു റെഫറൻസ് കിട്ടില്ല. സിനിമ എന്ന് മനസ്സിലായി, അച്ഛൻ സിനിമയിലുള്ള ആളുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, സിനിമ എന്ന് മനസ്സിലായി. പക്ഷെ ഒന്നും പിടിയിട്ടില്ല എനിക്ക്. ഇത് തെലുങ്ക് എനിക്ക് അറിയില്ല, ഇവർ തെലുങ്ക് സംസാരിക്കണം, നമുക്ക് അറിയാത്ത ഭാഷയാണ്. സിനിമയിൽ അഭിനയിക്കാമെന്ന് വെച്ച് പറഞ്ഞോ അഭിനയിക്കും, അതിനാണ് വന്നത്. തെലുങ്ക് സിനിമ അഭിനയിക്കുക, തെലുങ്ക് പടം ചെയ്യുമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ഇതില്ല. എൻ്റെ മൈൻഡിൽ തമിഴായിരുന്നു, തമിഴ് ഹിന്ദി. നേരെ ഹിന്ദിയിലേക്ക് പോകുന്ന, നേരെ മുടിയൊക്കെ വളർത്തി നേരെ സഞ്ജയ് ദത്ത് അവരെ കണ്ടു വളർന്നതാണ് സിലബസ്. അപ്പോൾ നേരെ ഹിന്ദി അടിക്കുന്നതാണ് അവരുടെ. അപ്പോൾ തെലുങ്ക് പടം എന്ന് വെച്ചപ്പോൾ ഭയങ്കര ഒരു ഇത്, തെലുങ്ക് പടമോ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അച്ഛനാരാന്നറിയില്ല. ഓക്കെ, അപ്പം ഞാൻ വീട്ടിലെ ഫോൺ നമ്പർ കൊടുത്ത് ഇവരുടെ ഫോൺ നമ്പർ വാങ്ങി ഇവരും കൂടി സംസാരിച്ച്. അപ്പോൾ ഇവരും തമ്മിൽ മനസ്സിലായി ആരാണെന്ന്, രണ്ട് മനസ്സിലായി. അങ്ങനെയാണ് ഫസ്റ്റ് പടം ചെയ്യണത്. അപ്പോൾ ചോദിച്ചത് ഈ ഫസ്റ്റ് പടം ചെയ്തിട്ട് എനിക്കിടയ്ക്ക് പടമില്ലാതെ, അതായത് ഞാൻ 19 ആണ്. ഓക്കെ, അപ്പോൾ യങ്സ്റ്റേഴ്സ് ആരുമില്ല. ആകെ ഉള്ളൊരു യങ്സ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യയിൽ വിനീത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ യങ്സ്റ്റേഴ്സ്. വേറെ യങ്സ്റ്ററെ കട ഇല്ല, എല്ലാവരും മിഡിൽ ഏജ്ഡ് ആണ്. പിള്ളേർ സെറ്റ് ഇല്ല, എല്ലാം മിഡിൽ ഏജ് ആണ്. അപ്പോൾ ആദ്യത്തെ 2-3 പടം അഭിനയിച്ച്, പിന്നെ യങ്സ്റ്റർക്ക് സിനിമയില്ല. അപ്പോൾ ഈ ഫാദർ ആ കാലഘട്ടത്ത് സിനിമ എടുക്കൽ കുറച്ചിട്ട് ബിസിനസ്സിലേക്ക് പോയി. അപ്പോൾ സിനിമ എടുക്കലില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച് പോയേനെ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അഭിനയിച്ച് പോയേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ സ്റ്റാറായി പോയേനെ. പക്ഷേ അച്ഛൻ തന്നെ നായകനാക്കിയിട്ട് ആയിപ്പോയനെ. ആ കാലഘട്ടം അങ്ങനെയായി. ഇല്ലാതെ പറഞ്ഞ എല്ലാം സർക്കംസ്റ്റൻസ് ആണ്, എല്ലാം സന്ദർഭങ്ങളാണ്. അങ്ങനെയായി പോയി. പിന്നെ വീണ്ടും സിനിമ എടുക്കാൻ വന്നപ്പോൾ ഞാൻ വേറെ ഒരു ഇതിലായി. പിന്നെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ ട്രാക്ക് വേറെ ആയി. അച്ഛൻ്റെ അച്ഛനും വളരെ പ്രശസ്തനായ ഹസൻ ഖനി എന്ന് പറയുന്ന അല്ലേ, ഒരു ജഡ്ജിയായിരുന്നു, മുൻകാല ജഡ്ജിയായിരുന്നു, ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. പിന്നെ മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു അദ്ദേഹം. അങ്ങനെ കൂടി നമ്മൾ സന്ദർഭവശാൽ അദ്ദേഹത്തിനെ ഓർക്കുകയാണ് ഈ നിമിഷം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം. എന്തായാലും തെലുങ്കിലാണ് തുടക്കമെങ്കിലും ഒരു കരിയർ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ പിന്നെ റിയാസിന്റെ പടങ്ങൾ തുടങ്ങുന്നത് ബാലചന്ദ്ര മേനോന്റെ സുഖം സുഖകരം എന്ന് പറയുന്ന മലയാളത്തിൽ. ഇത് രണ്ടും ഒരുമിച്ച് നടന്നാണ് ഒരേ സമയം. അത് ബാലചന്ദ്ര മേനോനും കണ്ടെത്തിയാണ് ഇതിനൊക്കെ ഒരുമിച്ച് നടന്നാണ്. ഈ കോടിരാമകൃഷ്ണയും ബാലചന്ദ്ര മേനോൻ സാറും ഒരുമിച്ച് നടന്നാണ്. വലിയ വ്യത്യാസമില്ലല്ലേ. ഇവിടെ ഓഡിഷന് പോയി, ഈ പടം ബുക്കായി. അതേത് പടമായിരുന്നു തെലുങ്കില്? മധുര നഗറുള്ളൂ. ഈ പടം ബുക്കായി. ഇപ്പോൾ ഇവര് താമസിക്കുന്ന ബ്രോൺസ്റ്റോൺ അപ്പാർട്ട്മെന്റ്സ്, മാലിംഗപുരം. ഓക്കെ, ഇതിങ്ങനെ വളഞ്ഞ കോടിരാമകൃഷ്ണ അഭിഷേക് സാറിന്റെ വീട് ഇങ്ങനെ കിടക്കണല്ല, ഈ ബെൽറ്റ് കിടക്കണല്ല. അപ്പൊ ഇങ്ങനെ ഓഡിഷന് പോണ പിള്ളേരൊക്കെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് നടന്നപ്പോൾ ഗാന്ധിമതി ബാലൻ സാർ അച്ഛനെ വിളിച്ച് വേറെന്തോ കാര്യത്തിനാണ് വിളിച്ച് മോൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയല്ലോ, അങ്ങോട്ടും അവരുണ്ട്. മോൻ അമേരിക്ക മോനൊരു പടം കിട്ടി എന്ന് പറഞ്ഞേ. അതേതാണ്, അതിങ്ങനെ ഇന്നാളാണ്. എന്നാൽ മോനെ അങ്ങോട്ട് ബ്രോൺസ്റ്റോണിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനും അറിയില്ല, ഇതിനറിയില്ല, സുഖം സുഖം ഷൂട്ടിങ്ങിനാണ് ഇതിനാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു 2 ദിവസം ഉച്ചയാകുമ്പോൾ ഞാൻ ബ്രോൺസ്റ്റോൺ ആയപ്പോൾ പോയപ്പോൾ സാർ ഇരിപ്പുണ്ട്, ഗാന്ധി സാർ ഇരിപ്പുണ്ട്. അത് നിനക്ക് തലക്കെട്ടൊക്കെ സെയിം ഇവിടെ പറ്റുമ്പോൾ എല്ലാം ഒന്ന് സുഖം സുഖരകത്തി അങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്തതാണ്. അതിന്റെ ഷൂട്ടിങ്ങും ഇതും എനിക്ക് 2 പടം ഒരുമിച്ച് കിട്ടിയതാണ്. ശരി. അപ്പോൾ അത് പിന്നെ ബാലചന്ദ്രൻ കണ്ടു, ബാലചന്ദ്ര മേനോൻ കണ്ടു, ഓക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്താണ് ആദ്യം മലയാള സിനിമ. പിന്നെ ഞങ്ങളെല്ലാവരും ചെന്നൈ ആയതുകൊണ്ട് എനിക്ക് മലയാളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചെന്നൈ തന്നെയായിരുന്നു. ചെന്നൈയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ആത്മാ എന്ന് പറയുന്ന പ്രതാപ് പടം
ആദ്യത്തെ പടമല്ല, താങ്കളുടെ Yeah, yeah, yeah. Yeah. തമിഴിലെ Yes, തമിഴിലെ yes. ഒരു നായക തുല്യമായ വേഷമാണ് ആണ്, അല്ലേ? ആണ്. ഒരു നായക തുല്യ വേഷമായിരുന്നു എന്ന് പറയുന്നത് പ്രതാപോത്തനായിരുന്നു എൻ്റെ നായകൻ. അതും ശരിക്കും അങ്ങനെ ഒരു അവസരം അദ്ദേഹം വഴി വന്നാണോ അത്? അതും അച്ഛൻ്റെ പേരെപ്പോഴും ഉണ്ട് അവിടെ. അതെ. പക്ഷേ ഹരിപോത്തൻ സാറും അച്ഛനും ഇവരെല്ലാവരും ഭയങ്കര ബന്ധങ്ങളുണ്ടായിരുന്നു, ബന്ധങ്ങളുള്ളതാണ്. പ്രിയ പ്രൊഡക്ഷൻ ബന്ധങ്ങൾ. പ്രൊഡക്ഷൻ അങ്ങനെ ഈ രണ്ട് പടം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി. അങ്ങനെ പ്രതാപോത്തിൻ്റെ സിനിമയിലേക്ക് പറഞ്ഞു വിടുന്നത് ആക്ച്വലി ജയഭാരതി മാഡമാണ്. ഈ പടം ഉണ്ടെന്നറിയാം. അങ്ങനെ ജയഭാരതി മാഡമാണ് എന്നെ മോന അവിടെ നിന്ന് പോയി നോക്കിയേക്ക്, അവിടെ 2 ഹീറോസും ഉണ്ട്, ഒരു പുതിയ ഹീറോ കൂടി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, അങ്ങനെയാണ് സെലക്ട് ആണത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ റിയാസിനെ സംബന്ധിച്ചോളം, മലയാളത്തെ സംബന്ധിച്ചോളം ബാലേട്ടൻ തന്നെയാണ് ഒരു വഴിത്തിരിവെന്ന് പറയാവുന്നത് അല്ലേ? അതിലെ ഭദ്രൻ ബാലേട്ടൻ ഞാൻ ആക്ച്വലി ഒരു 70 പടം കഴിഞ്ഞിട്ടാണ് ബാലേട്ടൻ ചെയ്തെങ്കിലും ഞാനതാ പറഞ്ഞു ഞങ്ങളെ ചെയ്തെങ്കിലും ഇല്ല, ഒരു നിങ്ങളുടെ എന്നല്ല, എൻ്റെ ലൈഫിൽ ചേഞ്ച് ഓവർ പടം ബാലേട്ടനാണ് എത്ര ഭാഷ ചെയ്താലും. അതിൻ്റെ കാരണം ബാലേട്ടൻ ഇപ്പം മാർക്കോ എന്നൊക്കെ പറയണ പോലെ ആ സമയത്ത് ബാലേട്ടൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ബാലേട്ടൻ 200 ഡേയ്സ് ഓടുന്ന ഒരു സിനിമ, 250 ഡേയ്സ് ഓടുന്ന തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണത്. അപ്പോൾ അത് ഭയങ്കര ടോക്ക് ഓഫ് എല്ലായിടത്തും ചർച്ചയാണ് ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ എല്ലാവർക്കും റീമേക്ക് ചെയ്യണം, എല്ലാ ഭാഷയിലും. തമിഴ് റീമേക്ക് ചെയ്യണം, തെലുങ്ക് റീമേക്ക് ചെയ്യണം, ഹിന്ദിയിൽ ദൃശ്യം ചെയ്യണമല്ല റീമേക്ക് ചെയ്യണം. പക്ഷേ ആരും റീമേക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹീറോയിസം ചെയ്യാൻ താല്പര്യമില്ല. വേറെ ലാംഗ്വേജിലുള്ള ഹീറോസ്, വേറെ ലാംഗ്വേജ് ഹീറോസിനല്ല, വേറെ ലാംഗ്വേജിലുള്ള സൂപ്പർ താരങ്ങൾ. ലാൽ സാർ സൂപ്പർ താരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ താരം ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പടം നല്ല പടം, എക്സ്ട്രോണറി ഫിലിം, എക്സ്ട്രോണറി സെൻറ്റിമെൻറ്റ്സ്, എക്സ്ട്രോണറി പെർഫോമൻസ്. പക്ഷേ പടം ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ ഭാഷയിലുള്ള ആൾക്കാർ ഈ പടം കാണുന്നുണ്ട്. ഈ പടം കണ്ടിട്ട് അതിന് പിക്ക് ചെയ്ത് എന്നെയാണ്. തെലുങ്കിൽ നിന്ന്, കന്നഡത്തിൽ നിന്ന്, ഇവിടുന്ന് ഒക്കെ എനിക്കാണ് ചാൻസ് കിട്ടിയത്. അങ്ങോട്ടും അതാ ലുക്ക് വെച്ചിട്ടാണ് കിട്ടിയത്. അവർക്ക് അങ്ങനത്തെ ഒരാളെ വേണമായിരുന്നു, അങ്ങനെ കിട്ടും. അങ്ങനെയാണ് എനിക്ക് പടം ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോയത് ഇതിൽ നിന്നാണ്. അപ്പുറത്തെ സ്ഥലത്ത് ഈ മാർക്ക പോലെ പടത്തിലുണ്ട് പക്ഷെ ഇല്ലാതെ പോലെ അവരെടുത്തുമില്ല, പടം കാണുകയും ചെയ്ത്. പക്ഷെ എനിക്ക് പറയാം പടം ബാലേട്ടനാണ് അപ്പോൾ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ്, കരിയർ ഹബ്ബ് അവിടെ നിന്നാണ്. വേണമെങ്കിൽ പോ, പടിക്ക് പുറത്ത് പോടാ ബാലേട്ടാ. എനിക്കിപ്പം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. കാരണം ലാലേട്ടനൊക്കെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു ആ സൗഹൃദമൊക്കെ? ഞാൻ ആദ്യത്തിൽ അവിടെ വെച്ച് കാണുന്നതാണ് എൻ്റെ വിചാരം. അല്ല ചെന്നൈയാണ് താമസം. അപ്പോൾ രണ്ടൊന്നും യൂഷ്വലി പെട്ടെന്ന് ചെന്നൈയിൽ വീട് കിട്ടാതാകുമ്പോൾ, ഷൂട്ടിംഗ് വീട് കിട്ടാതാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു വീട് കാണിക്കല് അങ്ങനെ കിട്ടാതാകുമ്പോൾ, ലൊക്കേഷൻ ഹണ്ടിന് വീട് കിട്ടാതാകുമ്പോൾ അച്ഛനോട് ചോദിക്കും, ഫാദറോട് ചോദിക്കും, നമ്മൾ വീടിന്ന് ഷൂട്ട് ചെയ്തോട്ടേന്ന് ചോദിക്കും. അങ്ങനെ ചെറുപ്പത്തിൽ ഒരു 4-5 പടം അവിടെ ഷൂട്ട് ചെയ്തു. അതായത് എപ്പോഴും ഷൂട്ടിംഗ് അല്ല, വീട് കിട്ടാതാകുമ്പോൾ ചോദിക്കും, നിവൃത്തിയില്ലാതെ ചോദിക്കും. ആ ഫാദർ വിളിച്ച് ചോദിക്കും, ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിൻസ് സാറ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ലാൽ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കും, എന്നെ കാണും. എല്ലാവരും ഒരേ കമ്പനി ആയതുകൊണ്ട് കാണും. അങ്ങനെ ഒരു കാലത്ത് സമ്മർ ഹോളിഡേയ്സ് ഞാൻ കൊച്ചിയിലുണ്ട്. അപ്പോൾ കിന്നാരം പടം ത്തിൻ്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കും. കിന്നാരം പടത്തിൻ്റെ ഡബിങ്. അതിൽ മമ്മൂട്ടി സാർ ഗസ്റ്റ് അപ്പറൻസ് ആയിരുന്നു. അതിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ അച്ഛൻ ലാലമേരിക്ക കഴിഞ്ഞിട്ട് അതിൻ്റെ സിനിമേൻ്റെ ആ ഡബിങ്ങോ പരിപാടിയോ മിക്സിങ്ങോ എന്തൊക്കെയോ ഇതുണ്ട്. അപ്പോൾ കിന്നാരം ഡബിങ് ട്രിവാൻഡ്രത്ത് നടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ മമ്മൂട്ടി സാറിനെ ഫാദറിന് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കാറിൽ പോയി കാണുമ്പോൾ ലാൽ സാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ട്രിവാൻഡ്രത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ലാൽ സാറ് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞു, ഞാനും വരുമോ, ഞാൻ ചെറുതാണ്, വീട്ടിൽ നിന്ന് ഞാനും വരുമോ, എന്നാൽ മോനെ കൂടി കൂട്ടിക്കണം വേറെ വീട്ടിൽ നിന്ന് വെച്ചു. എന്നിട്ട് കാറിലിരുത്തി ഇപ്പോൾ ലെഫ്റ്റിൽ അച്ഛൻ, റൈറ്റിൽ ലാൽ സാറ്, നടുക്ക് ഞാൻ, എന്നെ മടിക്കേറ്റി വെച്ച് ഓരോ പേപ്പറുടെ കഷ്ണം ഇങ്ങനെ തരും. ഒരു ചെറിയ എന്തോ ഒരു എനിക്ക് എന്തുണ്ടാക്കിയെന്ന് ഓർമ്മയില്ല. എന്നിട്ട് ഗ്ലാസ് ഇറക്കിയിട്ട് വലിച്ചെറിയാൻ പറയും. ഞാൻ വലിച്ചെറിഞ്ഞ് മടി ഇരുന്ന് ട്രിവാൻഡ്രം പറയാം. പക്ഷേ തിരിച്ചറിയുന്നത് ബാലേട്ടൻ്റെ സെറ്റ് വെച്ചാണ് അല്ലേ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം? വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, സാർ ഓർമ്മിച്ചു. അപ്പോൾ എവിടെയോ ഒരു ബോണ്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും വിളിയാണ്, എവിടെ കണ്ടാലും ആ സ്നേഹമുണ്ട്. സ്നേഹം
നമുക്ക് കാണിക്കണ്ട, നമുക്ക് ഉള്ളിൽ പക്ഷേ അറിയാം. ഒരു തുളുമ്പ് അറിയാൻ പറ്റും. അല്ല എവിടെ പോയാലും മമ്മൂട്ടി സാറ് ആദ്യം എന്നെയല്ലേ ചോദിക്കുന്നത്, അച്ഛനെയാണ് ബാപ്പയാണ്. ഫാദറെ ചോദിക്കും, എന്നിട്ട് ഉമ്മ സുഖമാണെന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല, വീട്ടിലെത്തി അങ്ങനെ പഴയ വീട്ടിലെത്തിയാണ് ഇതേപോലെ തന്നെ സാറേ അറിയാം. ഞാൻ അമേരിക്കയിൽ പഠിച്ചപ്പോൾ 2 പ്രാവശ്യം സാറ് അമേരിക്ക വന്നപ്പോൾ ഞാൻ പോയി കണ്ട് കുറേ നേരം ഇരുന്നിട്ട് എന്താണ്, ഞാൻ ചെറുതാണ്, വലുതൊന്നുമില്ല പറഞ്ഞത്, ചെറുത്. അപ്പോഴേ ചോദിക്കാം. അപ്പോൾ മമ്മൂട്ടി സാർ എപ്പോൾ കണ്ടാലും ചോദിക്കുന്നതാണ്, അവനെ അമ്മ സുഖമാണോ, അമ്മനെ നോക്കുന്നുണ്ടോ, ആ വീട്ടിൽ തന്നെയാണോ, വീട് മാറിയോ. ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു എല്ലാ പേഴ്സണൽ കാര്യം ചോദിക്കുക. മോൻ സിനിമയുണ്ടോ അതൊന്നുമല്ല ചോദിക്കുന്നത്. മമ്മൂട്ടി സാർ എപ്പോഴും ചോദിക്കുന്ന വീട്ടുകാരിയാണ്. തമിഴ് ടേൺ പോയിന്റ് വന്നത് ബദ്രി എന്ന് പറയുന്നത് ബദ്രിയാണ് അല്ലേ, ഓ വിജയുടെ പടം. 100%. അത് അവിടുത്തെ അന്ന് സൂപ്പർ ഹിറ്റ് ചിത്രം 100%. ബദ്രിയാണ്, വിജയുടെ ജ്യേഷ്ഠനായിട്ടാണ് അല്ലേ. ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ സിനിമയൊക്കെ ചെയ്തല്ലോ, ആദ്യത്തെ പടം 19 വയസ്സ് ചേർന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ യങ്സ്റ്റേഴ്സിനൊന്നുമില്ല, എല്ലാം ഇത് അങ്ങനെ സിനിമയില്ല. അത് എല്ലായിടത്തും പോകുന്നുണ്ട്, കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ ഇല്ല സിനിമയിൽ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല എവിടെ. ഇനി അനീനായിട്ടും ഇല്ല, ഒന്നുമില്ല. ഇതിൽ ഹീറോ ആയിട്ട് വെച്ചാലും അഭിനയിക്കാലും ഈ ലവ് സ്റ്റോറി എടുക്കുന്നില്ല. യങ് ഹീറോ ഇല്ല. യങ് ഹീറോ പടം വന്നാൽ അത് വിനീത് മാത്രമായിരിക്കും. പിന്നീട് എപ്പോഴും പറയും വിനീത് മാത്രമായിരിക്കും ചാൻസ് ഇല്ല. വിനീത് ഭയങ്കര സീനിയറാണ്. ഒരു പ്രാവശ്യം ഇത് ഭയങ്കര മൂവ്മെന്റ് ആണ്. ഇപ്പൊ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഒരു പ്രാവശ്യം ഒരു സാറിന്റെ വീട്ടിൽ പോണാണ് ഞാൻ, കോടമ്പത്ത് ഫ്ലാറ്റില്, ഹരിഹരൻ സാറിന്റെ വീട്ടിൽ പോണേ. ഹരിഹരൻ സാറിനെ കണ്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പുള്ളി മനസ്സിൽ ഫിക്സ് ചെയ്ത് ഞാനാണ് പടത്തിലെ കഥാനായകൻ. പുള്ളി ഫിക്സ് ചെയ്ത് വരാൻ പറഞ്ഞ് ഓഫീസിൽ പോയി കണ്ടു, ഫോട്ടോഷൂട്ടൊക്കെ ഇതൊക്കെ ചെയ്തു. പുള്ളിയുടെ മനസ്സിൽ ഫിക്സ് ആക്കി. എനിക്കറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ നടക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിച്ച് വീണ്ടും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പോയി. പുള്ളി എന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീടാണ് എനിക്ക് കഥ അറിയുന്നത്. എല്ലാ പ്രാവശ്യം വിളിക്കുമ്പോഴും പുള്ളി ഒരു ഹീറോയിനെ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ മാച്ച് ആവുന്നില്ല. അവന് വേറൊരു ഹീറോയിനെ കാണാം, അത് ഞാൻ മാച്ച് ആവുന്നില്ല. ഓക്കെ, പുള്ളി ഹീറോയിൻ മാച്ച് ആകാത്ത അറിവുകൊണ്ട് ഇങ്ങനെ നീണ്ട് ഓക്കെ പറയാം. ശരി, മാച്ച് ചെയ്ത് വേണം. ഓക്കെ, പുള്ളി എപ്പോൾ കണ്ടാലും പറയുന്നതാണ്. പുള്ളി ഒരു ദിവസം മമ്മൂക്കനോട് പറഞ്ഞു, ഇവനാണ് എൻ്റെ ഹീറോ, ഫസ്റ്റ് ഹീറോ അല്ല, ഇവൻ ഹീറോ ആക്കേണ്ട ഞാനായിരുന്നു. പക്ഷേ അതങ്ങനെ നടന്നില്ല. അതിൻ്റെ തലയെഴുത്ത് അങ്ങനെ ആയിരുന്നു, എപ്പോഴും പറയും. അങ്ങനെ പോയി ലാസ്റ്റ് രംഭ ഹീറോയിനായി. അപ്പോഴും ഇതെന്താ വെച്ചാൽ ഞാൻ ആ ഏജിലെ ഞാൻ ആ ഏജ് ലുക്കേ ഇല്ല. എനിക്ക് 14-15 വയസ്സ് ലുക്കേ ഉള്ളൂ. എനിക്ക് 21-22 ലുക്കില്ല. ഓക്കെ, ചിലപ്പോൾ അപ്പോഴിങ്ങനെ ഉള്ളാറുണ്ടാണ്, ഇപ്പോഴും ഇങ്ങനെ ചെറുപ്പം പോലെ തോന്നും. ഇപ്പം 54 വയസ്സായി, എന്നിട്ടും പ്രശ്നമാണ്. ഓക്കെ, എല്ലാവരും 54-60 വയസ്സാകുമ്പോൾ ഫാദറിലേക്ക് വരും, അച്ഛൻ്റെ റോളൊക്കെ വരും. ഇതിങ്ങനെ അച്ഛൻ്റെ റോൾ ചെയ്യാനാണ്, അങ്ങനെ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ആണ് ആ പടത്തിൽ നിന്ന് മാറാൻ പറ്റണം. എന്നിട്ട് അവിടെയും പിന്നീടാണ് വില്ലനായിട്ട് വന്നു. സ്വർഗം, ആ പടമാണ് സ്വർഗം. സ്വർഗത്തിലെ നായകനായിരുന്നു അല്ലേ. സാർ എപ്പോഴും പറയും, സാർ എപ്പോ കണ്ടാലും പറയും, ഞാൻ ഫിക്സ് ചെയ്ത ആളാണ് റിയാസ്. പിന്നെ എല്ലാം വന്നിട്ട് പിന്നെ പുള്ളിനെ മാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു.